നമസ്കാരം. ഏവരെയും ലിലു പ്രേംസ് കോർണറിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചുള്ള ഒരു ചെറിയൊരു പ്രസംഗവുമായിട്ടാണ് ഞാനായിരിക്കുന്നത്. ഒരു പ്രസംഗം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, അത് എൻ്റെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതും കൂടെ ശ്രദ്ധിച്ചുകൊള്ളുക. മാന്യ സദസ്സിന് നമസ്കാരം. സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണെന്നറിയാമോ? 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയതിൻ്റെയും ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമായി തീർന്നതിൻ്റെയും ഓർമ്മയ്ക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 15 നമ്മൾ സ്വാതന്ത്ര്യദിനമായിട്ട് ആചരിക്കുന്നത്. ഈ വർഷം 79ാമത്തെ സ്വാതന്ത്ര്യദിനമാണ് നമ്മൾ ആചരിക്കുന്നത്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗീകരിച്ചതോടുകൂടെയാണ് ഇത് നമുക്ക് സാധ്യമായത്. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക ഉയർത്തിയാണ് ഈ സുദിനത്തിൻ്റെ ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതേ തുടർന്ന് നമ്മുടെ ഓരോ വർഷവും പ്രധാനമന്ത്രിമാർ നമ്മുടെ ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ നമ്മുടെ ദേശീയ പതാക ഉയർത്തി നമ്മുടെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ ആരംഭം കുറിക്കുന്നു. ഈ സുദിനം, അതായത് ഓഗസ്റ്റ് 15, 2025 നമ്മുടെ പ്രധാനമന്ത്രി, ഇന്നത്തെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ശ്രീമാൻ നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ചെങ്കോട്ടയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക അല്ലെങ്കിൽ ത്രിവർണ്ണ കൊടി പാറിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മുടെ രാജ്യം നേടിയ അംഗീകാരങ്ങളും അതുപോലെ തന്നെ സർക്കാർ രാജ്യത്തിന് വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങളും നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളും ചർച്ച ചെയ്യപ്പെടുകയും അതിന് പ്രതിവിധി, അതായത് ആ പ്രശ്നങ്ങൾക്ക് ചർച്ചയിൽ പരിഹാരവും നിർദ്ദേശിക്കുന്നു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ വീരവൃത്തി മരിച്ച നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരങ്ങൾ അർപ്പിക്കുകയും അല്ലെങ്കിൽ പ്രണാമം അർപ്പിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ദേശീയ അവധിയായ ഈ സുദിനം അല്ലെങ്കിൽ ഈ സുവർണ ദിനത്തിൽ രാജ്യമെങ്ങും, അതായത് സ്കൂളുകൾ, കോളേജുകൾ, പൊതുസ്ഥലങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇവിടങ്ങളിലെല്ലാം ദേശീയ പതാക ഉയർത്തുകയും അതോടൊപ്പം തന്നെ അനുസ്മരണ ചടങ്ങുകളും പരേഡുകളും ആഘോഷങ്ങളും നടത്തപ്പെടുകയും ചെയ്യുന്നു. ഈ സുദിനം ഓരോ ഇന്ത്യക്കാരനും വളരെ വിലപ്പെട്ടതാണ്. രാജ്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരജവാന്മാരെയും സ്വാതന്ത്ര്യ സമര സേനാനികളെയും സ്മരിക്കുകയും രാജ്യത്തിൻ്റെ ഐക്യത്തിനും വികസനത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കാൻ പ്രതിജ്ഞ എടുക്കുകയും ചെയ്യുന്നു. നമുക്കും ഈ സുദിനത്തിൽ എല്ലാവരോടൊപ്പം അണിചേരാം. ഏവർക്കും നല്ലൊരു സ്വാതന്ത്ര്യദിനാശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ ഈ സ്പീച്ചിൻ്റെ ആദ്യം പറയുമ്പോൾ എപ്പോഴും നമ്മൾ കൈകൂപ്പിക്കൊണ്ട് തന്നെ, തൊഴുതുകൊണ്ട് തന്നെ പറയണം മാന്യ സദസ്സ് നമസ്കാരം. പിന്നെ ചെറിയ ആക്ഷൻസ് കാണിക്കേണ്ടടുത്ത് നമുക്ക് ചെറിയ ആക്ഷൻസ് കാണിക്കാം. അവസാനവും അതുപോലെ തന്നെയാണ് നന്ദിയും നമസ്കാരം നമ്മൾ പറഞ്ഞിരിക്കണം. ഓക്കെ. അപ്പോൾ ഏതാണ് ടോപ്പിക്ക്, നമുക്ക് തരുന്ന ടോപ്പിക്ക് LP UP ഒക്കെ ആണെങ്കിൽ സാധാരണ നോർമലായിട്ട് നേരത്തെ ഓൾറെഡി
ടോപ്പിക്ക് തരും. മറ്റേ ഹയർ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിൽ ഓൺ ദ സ്പോട്ടാണ്. അപ്പോൾ വായനാശീലം പതിവാക്കുക. അപ്പോൾ അതിന് കുറച്ച് അങ്ങനെ അതിലൂടെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാകാം, ക്ഷമിക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.